ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കുക. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2024. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31/12/2024 വാസ് 12,000 തന്നിട്ടുണ്ട്. നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിന് മുന്നേ പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് തരാറില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തരുന്നത്. അങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നു കഴിഞ്ഞാൽ അത് രണ്ട് എഫക്റ്റ്, അതായത് രണ്ട് സ്ഥലത്ത് നമ്മളത് എടുക്കണം. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്ത് എടുക്കണം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിനകത്തും അത് എടുക്കണം. നമുക്കറിയാം, ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, അതായത് ഒന്നുകിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ, ഇതിലേതെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മൾ എടുക്കുക. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സ്ഥലത്തും, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്തും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിനകത്തും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസിൽ അകത്തുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്ന ഒരു ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന് തന്നെ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്ന ഐറ്റമാണ് പർച്ചേസസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്ന ഐറ്റമാണ്. പർച്ചേസ് റിട്ടേൺ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് പൊതുവെ എവിടെയാണ് കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഈ പർച്ചേസിൽ നിന്ന് എന്ത് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ കുറച്ച് കാണിച്ചാൽ മതി. ഓക്കെ, ഏത് രീതിയിലും ചെയ്യാവുന്നെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എടുക്കുക, അല്ലെങ്കിൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ച് കാണിക്കുക. പിന്നെ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡെബിറ്റ് സൈഡിൽ എടുക്കുക, അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് കാണിക്കുക. ദെൻ പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ എടുക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അക്കൗണ്ടാണ്. അതിൽ തന്നെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന വേജസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ക്യാരേജ് ഇൻവാർഡ് എന്ന് തന്നാലും, വെറും ക്യാരേജ് എന്ന് മാത്രം തന്നാലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് എന്ന് മാത്രം തന്നാലും അത് ക്യാരേജ് ഇൻവാർഡാണ്. ക്യാരേജ് ഇൻവാർഡ് എടുക്കേണ്ടത് എവിടെയാണ്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ക്യാരേജ് ഔട്ട്വാർഡ് എടുക്കേണ്ടത് എവിടെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതിന് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെ എടുക്കേണ്ടതാണ്, ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടതാണ്. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എടുക്കേണ്ടതാണ് ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സും. സാലറീസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എവിടെ എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എടുക്കണം. കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് എടുക്കണം. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. ദെൻ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, എവിടെ എടുക്കണം, ബാലൻസ് ഷീറ്റിനകത്ത് എടുക്കണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എവിടെ എടുക്കണം, ബാലൻസ് ഷീറ്റിനകത്ത് എവിടെയാണ് എടുക്കേണ്ടത്, ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. ലയബിലിറ്റി സൈഡിൽ കുറച്ച് കാണിക്കേണ്ടതാണ് ഇത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, എവിടെ എടുക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ട്രയൽ ബാലൻസ് ടാലി ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി ആവും. അതായത് ഇതിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവണമെന്നില്ല. അപ്പോൾ അത് ആദ്യം ട്രയൽ ബാലൻസ് ഒന്ന് ജസ്റ്റ് ചെയ്യുക, ഒന്ന് നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക.
ടോട്ടൽ ടാലി ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഹെഡിങ് നോക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31/12/2024. നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഐറ്റംസ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആദ്യം വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 8000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 8000. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, പർച്ചേസസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന രണ്ടാമത്തെ ഐറ്റം പർച്ചേസ് ആണ്. ഇവിടെ എന്തുണ്ട്? പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ട് കാണിക്കുക. അതല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഇവിടെ കാണിക്കുക, പർച്ചേസ് റിട്ടേൺ മാത്രം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എങ്ങനെ ചെയ്താലും എഫക്റ്റ് ഒന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടാണ് എഴുതുന്നത്. പർച്ചേസ് 24,000 ആണ്, ലെസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 2910 നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ തന്നെ റിട്ടേൺ ഇൻവാർഡ്സും റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ തരും. ഓക്കെ, റിട്ടേൺ ഇൻവാർഡ്സ് എന്ന് തന്നു കഴിഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺ ആണ്. അതായത് നമുക്ക് തിരിച്ചു വരുന്ന, നമ്മൾ വിറ്റിട്ട് നമുക്ക് തിരിച്ചു വരുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവാർഡ്സ്. അത് സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ്സ് ആണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക. റിട്ടേൺ ഇൻവാർഡ്സ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ ആണ്, റിട്ടേൺ ഔട്ട്വാർഡ്സ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ 2910 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21,090 ആണ്. ഓക്കെ, ഇനി അടുത്തത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം വരുന്നത് പ്രൊഡക്റ്റീവ് വേജസ് ആണ്. പ്രൊഡക്റ്റീവ് വേജസിൻ്റെ എമൗണ്ട് 1000. ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് എന്ന് പറഞ്ഞാലും ഒരു ക്യാരേജ് എന്ന് മാത്രം തന്നാലും എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് 1400. കോൾ ഗ്യാസ് ആൻഡ് വാട്ടർ എമൗണ്ട് എത്രയാണ്? 600. ഇനി ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം വരിക സെയിൽസ് ആണ്. സെയിൽസ് എത്രയാണ്? എമൗണ്ട് 50,000 ആണ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തുണ്ട്? റിട്ടേൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, റിട്ടേൺ കുറച്ച് കാണിക്കുക. അതല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സെയിൽസ് റിട്ടേൺ എത്രയാണ് വരുന്നത്? സെയിൽസ് റിട്ടേൺ 2700 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 50,000 എന്ത് ചെയ്യുക, 2700 കുറയ്ക്കാം. നമുക്ക് കിട്ടുന്നത് 47,300 ആണ്. 47,300. ദെൻ ഈ റേറ്റ് മാത്രമേ നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് തന്നതിലുള്ളൂ. ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താണത്? ക്ലോസിംഗ് സ്റ്റോക്ക്. 12,000 നമ്മളിവിടെ കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിന് 2 എഫക്റ്റ് ഉണ്ടാവും, 2 സ്ഥലത്തും എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത് 12,000. ദെൻ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മളത് എടുക്കണം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 കാണിച്ചു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റം കഴിഞ്ഞില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2 സൈഡും നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്ത് നോക്കുക. ഏത് സൈഡാണോ കൂടുതൽ അത് 2 സൈഡിൻ്റെയും ടോട്ടലായിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, 2 സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് അതാണ് നമ്മൾ ടോട്ടലിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. ഇതിവിടെ ഏത് സൈഡാണോ കൂടുതൽ വരുന്നത്? ഇപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡ് നമുക്ക് ടോട്ടൽ വരുന്നത് 32,900 ആണ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത് 59,300 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതാണോ
കൂടുതലുള്ളത് അത് രണ്ട് സൈഡിൽ എഴുതാം. അപ്പോൾ 59,300 കൂടുതൽ വരുന്ന വാല്യൂ. 59,300 രണ്ട് സൈഡിലും അത് എഴുതാം. ഇനി ഏത് സൈഡിലാണ് കുറവ്? ഡെബിറ്റ് സൈഡിലാണല്ലേ കുറവ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മുടെ വരുമാനമാണ്. ഡെബിറ്റ് സൈഡ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ചിലവാണ്. അപ്പോൾ നോക്കി, നമ്മുടെ വരുമാനമാണ് നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻകമാണ് കൂടുതൽ, നമ്മുടെ എക്സ്പെൻസിനേക്കാൾ ഇൻകമാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആയിരിക്കും ലോസ് ആയിരിക്കും? നമ്മുടെ എക്സ്പെൻസിനേക്കാൾ നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് കുറവ് അല്ലേ, നമ്മുടെ എക്സ്പെൻസ് ആണ് കുറവ്. അപ്പോൾ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റും, ഇനി ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കുറയാന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഡെബിറ്റ് സൈഡ് നമ്മുടെ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉണ്ടാകുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് സി ബാർ ഡി. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ 59,300, ഡെബിറ്റ് സൈഡ് എത്രയേ ഉള്ളൂ 32,900 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, 59,300 32,900 എന്ത് ചെയ്യുക, കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 27,210 നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടലിന് ഇതിന്റെ ടോട്ടൽ കുറച്ചാൽ മതി. അപ്പൊ കിട്ടുന്നത് 27,210 നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഡെബിറ്റ് സൈഡിലല്ലേ ഉള്ളത്, ഇത് നമ്മുടെ ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ഇത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ടാണ് ബ്രോ ഡൗൺ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ബ്രോ ഡൗൺ ചെയ്യുന്നത്. ഇത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എത്രയാണ്, 27,210 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോട്ട് എടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 27,210. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കാണിക്കുന്നതാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകം കാണിക്കുന്ന അക്കൗണ്ട്. ഇൻകം ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ട്? സാലറി ഉണ്ട്, സാലറീസ് എത്രയാണ്? സാലറീസ് 2,400. ദെൻ ട്രേഡ് എക്സ്പെൻസ് ഉണ്ട്, ട്രേഡ് എക്സ്പെൻസ് 1000. സ്റ്റേഷനറി 1,400. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അത്ര ഐറ്റം അല്ലേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, രണ്ടും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നോക്കുക ഏതായിരിക്കും കൂടുതൽ. ഇവിടെ കൂടുതൽ ഏതാണ്? 27,210 കൂടുതൽ. അത് രണ്ട് സൈഡിൽ വെച്ച് എഴുതാം. 27,210 രണ്ട് സൈഡിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ഇവിടെയും കൂടുതൽ എന്ത് തന്നെയാണ്? ഇൻകം തന്നെയാണ്, എക്സ്പെൻസ് കുറവാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ നമ്മൾ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് നെറ്റ് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് നെറ്റ് ലോസും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ടാണ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 27,210 ഈ 3 ഐറ്റംസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. 22,410 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. 22,410 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ വരക്കേണ്ടത് എന്താണ്? നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുക്കും. പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് വരക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2024 നമുക്കറിയാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് അസറ്റും ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് അസറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അസറ്റ് സൈഡ് നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്കറിയാം ആദ്യം അതായത് ലിക്വിഡ് അസറ്റ് ആണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. അതായത് പെട്ടെന്ന് നമുക്ക് നമുക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് നമ്മൾ ആദ്യം എഴുതുക. പിന്നീട് പെർമനന്റ് അസറ്റിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ അസറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് വരും? ക്യാഷ് ഇൻ ഹാൻഡ് വരും. ഓക്കെ, ആദ്യം ഏത് നിങ്ങൾക്ക് എഴുതാം, എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലിക്വിഡിറ്റിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്
എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് എത്ര വരും എമൗണ്ട്? 4400. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് ബാക്കി ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് മറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ചെയ്താൽ 2000. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് 7810 പിന്നെ നമുക്കുള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ് ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് 10,000. നമുക്ക് ഡിപ്രീസിയേഷൻ ഒന്നുമില്ല. ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം നമ്മുടെ അസറ്റിൻ്റെ വാല്യൂടെ കാണിക്കാൻ. പ്ലാന്റ് 8,000. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എടുക്കണം എന്ന് പറഞ്ഞു? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവൂ. അതൊന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. ഓക്കെ. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നത് നമ്മൾ 2 സ്ഥലത്തും എടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 12,000. ഓക്കെ. ദെൻ ലയബിലിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ ആണ്. ഓക്കെ. ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതേപോലെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ആദ്യം ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. 10,000-നോട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് 22,410 ആഡ് ചെയ്യുക. 32,410 കിട്ടും. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് കുറക്കുക. ഡ്രോയിങ്സ് എത്രയാണ്? 200 ആണ് വരുന്നത്. ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് 200 ആണ്. അത് കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 32,210 കിട്ടും. ഓക്കെ. ഇതാണ് ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനിയുള്ളത് ഒരേ ഒരു ഐറ്റം ആണത്, ക്രെഡിറ്റേഴ്സ് ആണ്. 12,000. ക്രെഡിറ്റേഴ്സ് 12,000. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റം കഴിഞ്ഞു. എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44,210 ബാലൻസ് ഷീറ്റ്. ടാലി ആവും 44,210. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.